അപ്പോൾ ഗായ്സ് നമ്മളിത് പോകുന്നത് പുതിയ ഐഷറിൽ ഒരു ഓട്ടം പോവാണ്. പുതിയ എടുത്തതാണ്, സെക്കൻഡ്. അപ്പോൾ ഇതിലിങ്ങനെ പോവാം. നല്ല സുഖം ഓടിക്കാൻ. എയർ ക്ലച്ചൊക്കെ നമ്മൾ അങ്ങനെ ഇതുവരെ നമ്മളെ കമ്പനിയിൽ എയർ ക്ലച്ച് ഇല്ല വണ്ടി. നമ്മളെ ഇതിൽ ഇത് ഫസ്റ്റ് എയർ ക്ലച്ചാണ്. നല്ല സുഖം ഓടിക്കാൻ. അപ്പോൾ ഇതാ ഓലെ കൊണ്ടുപോകേണ്ട കുതിര വണ്ടിക്ക് ഇങ്ങനെ ലോഡ് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഇതാണ് വണ്ടിക്ക് കയറ്റിയിട്ട് ഇതിൽ ആൾക്കാരും കയറ്റിയാണ് നമുക്ക് കളിയാട്ടിന് പോകാനുള്ളത്. ഇതാണ് ഓലെ കുതിര, ഇങ്ങനെ കയറ്റുകയാണ് വണ്ടിക്ക്. നമ്മുടെ വണ്ടിക്ക് ലോഡ് ഇങ്ങനെ കയറ്റുകയാണ്. ഇത് കുതിര അങ്ങനെ എന്തോന്നാണ്, പൊട്ടുണ്ട്, ബെൻഡാവും. അങ്ങനെ ലോഡൊക്കെ കയറ്റി കുതിരയൊക്കെ കയറ്റി ഓലും കയറ്റി മേലെ നമ്മളിങ്ങനെ പോവാണ്. നമ്മൾ കൊണ്ടോട്ടി വഴി ഇങ്ങനെ പോയി കുന്നമ്പുറം റോഡിന് കയറി അവിടുന്ന് പടിക്കൽക്കെത്തും. റൈറ്റിക്ക് തിരിഞ്ഞാൽ ആ റോഡ് തിരിഞ്ഞ് നേരെ പടിക്കലിന് ലെഫ്റ്റിക്ക് സർവീസ് റോഡ് കയറി അങ്ങനെ നേരെ തലപ്പാറയൊക്കെ പോണേ. ഞാനാദ്യമായിട്ടാണ് പോണേ. ഒപ്പല്ലൊരു അപ്പുറത്തിരിക്കണ ചേട്ടൻ പറഞ്ഞ് കഴിയണമെങ്കിൽ എന്തായാലും ഒരു 12-1 മണിയൊക്കെ ആവുന്നത്. ചിലപ്പോൾ നേരത്തെ കഴിയും, ചിലപ്പം ലേറ്റാവും. അമ്പലം ഉത്സവമല്ലേ, ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ അടി ഉണ്ടാവും, അങ്ങനെ ലേറ്റാവും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാനിങ്ങനെ പോവാണ്. പിന്നെ നമ്മളെ വേറെ വണ്ടിയും വേറെ സ്ഥലത്തുനിന്ന് കയറ്റി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ പാർക്കിംഗ് കിട്ടുമോയെന്ന് അറിയില്ല. ഒരു പമ്പിലാണ് പാർക്ക് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ നമ്മളെത്തുമ്പോഴത്തേനൊക്കെ ആ പമ്പ് ഫുള്ളായി ഉണ്ടാവുമെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. എന്താവും അറിയില്ല. നമ്മളിങ്ങനെ കൊണ്ടോട്ടേക്ക് കഴിഞ്ഞ് ഇങ്ങനെ എയർപോർട്ടിൻ്റെ നമ്മൾ 8 മണിക്ക് വണ്ടി വെച്ച് ഇങ്ങനെ നമുക്ക് പോകാൻ പോണത് ഒരു 10-10:30 ഒക്കെ ആയപ്പോഴാണ്. ഇത് ഫുള്ള് കയറ്റി പോലെ ഡോളും കാര്യങ്ങളും കൂടെ കൊണ്ടുണ്ടായിരുന്നു. ഷോ ഒക്കെ കഴിഞ്ഞ് ഡോളാർ വേറെ വണ്ടിയിലും നമ്മൾ കുതിരയും കൊണ്ട് കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ വേറെ വണ്ടിയിലും പിന്നെ ഒരു ബസ് നിറച്ച ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ ഉത്സവമാണ്. അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ കയറ്റം ഇങ്ങനെ കയറണം. അപ്പുറത്ത് പണിയായതുകൊണ്ട് ഇതിൽ കൂടെയാണ് വിട്ടത്. ഇത് നേരെ ചിറയിൽ ചുങ്കത്ത് എത്തും. അവിടുന്ന് ഇങ്ങനെ നേരെ പോയി നേരെ അങ്ങനെ പോവാം. ഇനി നമ്മൾ നേരെ ഇങ്ങനെ പോയി നേരെ കരുവങ്കലിലെത്തും. കരുവങ്കലിലെത്തിയിട്ട് കരുവങ്കലിൽ നിന്ന് റൈറ്റ് കയറുക, പടിക്കൽ റോഡ്. അങ്ങനെ നമ്മൾ പടിക്കൽ റോഡിന് കയറി ഇനി നേരെ അങ്ങ് പോകണേടക്ക് ഫുഡ് കഴിക്കാൻ നിർത്തണം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ പടിക്കലിന് സർവീസ് റോഡ് പിടിച്ച് അങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിയൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ 11 മണിയായപ്പോൾ നമ്മൾ ഉച്ച ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അവിടുത്തെ ഓരോരുത്തരങ്ങനെ കളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ക്ഷേത്രത്തേക്ക്. പക്ഷേ നല്ല ബ്ലോക്ക് ഉണ്ടാവും, നമുക്ക് പാർക്കിംഗ് കിട്ടുമെന്നൊന്നും അറിയില്ല. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം സർവീസ് റോഡ് കുറച്ചിട്ട് പോയപ്പോൾ തന്നെ നല്ല ബ്ലോക്ക് കിട്ടി. അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടി. ഏകദേശം ഒരു 2.5 മണിക്കൂർ ഈ ബ്ലോക്കിൽ തന്നെ അങ്ങ് നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ പമ്പൊക്കെ എത്തിയത്. അങ്ങനെ ഈ ബ്ലോക്ക് ഒരു നിലക്കും കുറയണില്ല, കൂടുതലതെ വണ്ടികൾ ഇഞ്ഞും കുതിരയും കൊണ്ട് വരാണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ചെറിയ വണ്ടിയിലും വലിയ വണ്ടിയിലും ഒക്കെ കുതിരയും ആൾക്കാരുമായിട്ട് അങ്ങനെ വരികയാണ്. ഇത് വലിയ ഉത്സവമാണ് കാവ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതും പോണതും. അങ്ങനെ ഒരു നിലക്കും ബ്ലോക്ക് കഴിഞ്ഞ് കിട്ടില്ല. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ബ്ലോക്ക്. ഞാൻ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ ഒരു ചെക്കനെ വിട്ടു നോക്കി പോകാൻ പറഞ്ഞു പമ്പൊക്കെ ഫുള്ളാണ്, വണ്ടി നിർത്താൻ സ്ഥലമില്ലാന്ന്. പക്ഷേ നമുക്ക് എയർ ബ്രേക്ക് ഉണ്ടായതുകൊണ്ട് എയർ ബ്രേക്ക് താത്തി അങ്ങനെ ഇരിക്കും ബ്ലോക്കിൽ, അല്ലാതെ വേറെ രക്ഷയില്ല. അനങ്ങൊന്നുമില്ലേ, എപ്പോഴേലും ചെറുതായിട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ അതിന് ആ സമയം നമ്മൾ എയർ ബ്രേക്ക് താത്തിയോണ്ടിരിക്കും. എന്നിട്ട് അങ്ങനെ വണ്ടി പോകുമ്പോൾ പൊന്തിച്ചു. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിയപ്പോൾ നമ്മളെ മറ്റേ വണ്ടി ഇങ്ങോട്ട് പോകുന്നതിന്. അപ്പോൾ ഞാൻ അതിൽ മലയാളിയാണ്, മൂപ്പർക്ക് വിളിച്ചാട്ട് സ്ഥലം പിടിക്കാൻ പറഞ്ഞു നമ്മളെ വണ്ടി ഇടാൻ. അങ്ങനെ സ്ഥലം പിടിച്ച് പമ്പ് ഫുള്ള് ഇതാണ്. അങ്ങനെ ആ സ്ഥലത്ത് വണ്ടി കയറ്റിയിട്ട് ഒരു കുതിര ഇറക്കുകയാണ്. ഒരു കാവിലിഞ്ഞ് ഇത് തോളത്ത് വെച്ച് ഒരു 2.5 കിലോമീറ്റർ അങ്ങ് നടക്കും. ഒരു മല കയറണമെന്നാണ് കേട്ടത്. ഞാൻ പോയോ കിട്ടില്ല. നമ്മൾ വണ്ടി മാറ്റണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ തന്നെ നിൽക്കണം. അപ്പം ഒരു കുതിര അങ്ങനെ ഇറക്കുകയാണ്. ഞാൻ ഇറക്കിയിട്ട് ഇവിടുന്ന് 2 കൊട്ടൊക്കെ കൊട്ടി ഡോളൊക്കെ നമ്മൾ പോകുന്നത്.
നമ്മൾ ഓട്ടി. ഇത് നമ്മളെ വേറെ വണ്ടി, 2 വണ്ടി നമ്മൾ പോകുന്നത്, 2 വേറെ വേറെ സ്ഥലത്തു നിന്നാണ് സാധനം എടുത്ത് ആൾക്കാരെടുത്തത്. ഇത് 400, അത് ഐഷർ പട്ടണയിൽ ഫുള്ള് ബ്ലോക്ക്. പമ്പ് ഫുള്ള്. ഇന്നിപ്പോൾ ഈ പമ്പിൽ പെട്രോളിയും ഡീസലടിയൊന്നും നടക്കൂല. കാരണം ഫുള്ള് വണ്ടികളാണ്, ബസ്, ലോറി, കാറ്, ജീപ്പ്, ലോറി ആയിട്ട് അങ്ങനെ. പള്ളിക്ക് നടക്കുകയാണ്. ഇവിടെയൊക്കെ വൻ പരിപാടിയാണ്. ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും, ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുവരും ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട്. നമ്മളെ നാട്ടിൽ നിന്ന് ഞാനും അതിനാണ് കൊണ്ടുവന്നത്. വൈകുന്നേരത്തെ ഇവിടുത്തെ അവസ്ഥ. വൈകുന്നേരം അവിടെയും ബ്ലോക്ക്, പുറത്തും ബ്ലോക്ക്, മേലൊക്കെ ബ്ലോക്ക്. സമയം 6:43. നമ്മൾ ഓരോരുത്തർ ഇങ്ങ് പോകേണ്ടിരിക്കണം. നമ്മളൊരു വണ്ടി ഇവിടെ ഉണ്ട്, ഒരു വണ്ടി അവിടെ. പേരൊന്നും അടിച്ചില്ല, പുതിയ എടുത്തിട്ടുള്ളൂ. സെക്കൻഡ് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങ് പോയി. നമ്മളെ ടീം വന്നില്ല, സമയം എടുക്കും ഇവിടുന്ന് കഴിച്ചിലാണെങ്കിൽ തന്നെ. മൈദാൻ കൊടുത്ത് കഴിഞ്ഞ് 7 മണി ഒക്കെ ആവാനായി. ഇപ്പോഴും ഇവിടെ ആൾക്കാരാണ്. ഇതൊരു തലപ്പാറ ജംഗ്ഷനാണ്. ഇത് നാഷണൽ ഹൈവേ. ഓരോ പിന്നെ പൂരമാകുമ്പോൾ അങ്ങനെയാണല്ലോ, ഓരോ കടകൾ ഓരോ സൈഡിലുണ്ടാവും, വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെ നിന്നാണ് ക്ഷേത്രം വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് ആളിപ്പോഴും എത്തിയില്ല. ഫുള്ളെത്തിയിട്ടും പോയാൽ ഞങ്ങൾ ഒരു 10 മണി 10:30 അങ്ങനെയൊക്കെ ആവും. പടക്കം പൊട്ടി. ഇപ്പോൾ സമയം 8 മണിയായി. 2 വണ്ടിയിലും ആൾക്കാർ വന്നില്ല. സമയം 9 മണിയായി. ഇപ്പോഴും ഇവിടെ ആൾക്കാർ ഉള്ള പോയില്ല. ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. മല, ഇപ്പോൾ മലയാണെന്നാണ് പറഞ്ഞത്, ഞാൻ പോയില്ല. ഇപ്പോഴാണ് ഏകദേശം പമ്പ് കാലിയായി. രാത്രി 12:45. നമ്മളൊരു വണ്ടി ഇതവിടെ അതുവരെ പോയില്ല. ഡോളർ കൊണ്ടുവന്ന നമ്മൾ 2ാമത്തെ വണ്ടി ഇതവിടെ. അപ്പോൾ പോകാൻ നിൽക്കുക. 2 ഇപ്പോൾ പോകും. അപ്പം നല്ല മിന്നലുണ്ട്, പക്ഷെ മഴയില്ല. ഇതും അരീക്കോടുന്ന് വന്ന വണ്ടിയാണ് ഈ ബസ്. ഇതും അരീക്കോടുന്ന്. ഇത് പൂക്കളത്തൂരിന്ന്. നമ്മൾ ഡോളും കൊണ്ടുവന്ന് പൂക്കളത്തൂരിന്ന്. ഇത് അരീക്കോടുന്ന്, ഇതും അരീക്കോടുന്ന്. 3 ഒപ്പളായിരിക്കും പോവുക. സമയം 1:30 കഴിഞ്ഞ്. പമ്പിൽ നല്ല തിരക്ക്. ഇപ്പോൾ പമ്പ് ഫുള്ള് വണ്ടിയാണ്. ഇപ്പോൾ ഒക്കെ പോയി തുടങ്ങിയാണ്. 1:30 ആയപ്പോൾ നമ്മളിവിടുന്ന് റിലീസായി, ഇറങ്ങി നേരെ നാട്ടിലേക്ക്. സമയം 1:30. അങ്ങനെ രാത്രി 1:30 ആയി അവിടുന്ന് കഴിച്ചിലായപ്പോൾ. നമ്മളെല്ലാ ടീമും വന്ന് വണ്ടി എടുത്ത്. നമ്മളെ മറ്റേ വണ്ടി ഇപ്പോഴും പോന്നില്ല, ഫുള്ളായില്ല ആൾക്കാർ. 1:30 ആയപ്പോഴാണ് നമ്മളവിടുന്ന് കഴിച്ചിലാവണത്. സംഭവം എന്താ വെച്ചാൽ ഒരു ഉത്സവമാണല്ലോ, അപ്പോൾ ഓല് സമയമെടുത്ത് നല്ല ആഘോഷിച്ച് അടിച്ച് പൊളിച്ചിട്ടേ വരുള്ളൂ. അതങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ നേരം വൈകി വരും. കൊല്ലത്തിലൊരു വട്ടമല്ലേ ഉണ്ടാവുള്ളൂ. പമ്പ് ഫുള്ളേനി. പമ്പിൻ്റെ അപ്പുറത്തൊരു പാടും വണ്ടി പാർക്കിങ്, അതൊക്കെ ഫുള്ളേനി. കാരണം അത്രയും ബ്ലോക്കേനി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വണ്ടികൾ വന്നിട്ട് ഇഷ്ടം പോലെ വണ്ടികൾ. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ വെച്ചാൽ ഹൈവേൻ്റെ പണി നടക്കുക, അതുകൊണ്ട് ഹൈവേയിൽ ഫുള്ള് വണ്ടി പാർക്ക് ചെയ്തൊക്കെയാണ്. പ്രാവശ്യം ഹൈവേ ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ടുള്ളത് ഇന്നത്തെ ഡ്യൂട്ടി എടുത്ത പോലീസുകാരൻ്റെ അവസ്ഥയാണ്. ഞാനിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പോലീസുകാരെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ വർത്തമാനം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ ഇന്ന് രാവിലെ 6 മണിക്ക് ഇവിടെ എത്തിക്കണേ, ഇനി പുലച്ചക്ക് 3 മണിക്കേ പോകാൻ കഴിയുള്ളൂ.
ഫുഡ് കഴിക്കാൻ മാത്രം ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയെന്നല്ലാതെ ബ്ലോക്ക് ട്രാഫിക്കിലാണ്, വേറൊരു രക്ഷയില്ല. കുറേ കാലും കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അവസ്ഥ. എന്ത് ചെയ്യാനോ, ഒരു ഡ്യൂട്ടിയല്ലേ. അങ്ങനെ പോന്ന് നമ്മൾ കീശ്ശേരി എത്തി. കീശ്ശേരി നേരെ നമ്മൾ അരീക്കോട് ഇറക്കിയിട്ട് നേരെ അരീക്കോട് ഒക്കെ അങ്ങനെ പോകുന്നത്. നമ്മൾ വരുന്ന വീഡിയോ വല്ല എടുത്തില്ല, കാരണം നമ്മൾ സമയം ഒരുപാട് ലേറ്റ്, വണ്ടിയിലെല്ലാവരും ഉറങ്ങിയേന്. അപ്പോൾ നമ്മൾ ഓരോ ഇങ്ങനെ ഇറക്കി, ഓരോരുത്തർ ഇങ്ങനെ ഇറക്കി നേരെ ഇപ്പോൾ മൊത്തത്തിൽ ഓരോ ഇറക്കാതെ വണ്ടി വെച്ച് കൊടുത്തേക്കാണ്, ഓരോ ചെമ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ എല്ലാവരും ഇറക്കി, കളിയാട്ട ടീമിനൊക്കെ ഇറക്കി കഴിഞ്ഞ് ഇനി വണ്ടി ആൾട്ടാക്കാൻ പോവാണ്. ഇപ്പോൾ 2:30 സമയം, രാത്രി പുലർച്ചെ. അരീക്കോട് അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ ഹൾട്ടാക്കി അരീക്കോട്. അത് കഴിഞ്ഞ് അപ്പോൾ ഓക്കെ ബായ്. നമ്മൾ വേറെ വണ്ടിയുടെ ലോഡ് എത്തിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതിൽ നിന്ന് നമ്മൾ ഹൾട്ടാക്കി, വേറെ വണ്ടി നാളെ പോകാനായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതൊന്ന് ലോക്കാക്കട്ടെ.